നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 58 അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്തൊരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു. ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേടത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീറും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളും ആയിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സുപോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പട ആയിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളിച്ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ തന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീറുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. യെശയ്യാപ്രവചനം 58 അധ്യായത്തിലെ പ്രധാന വാക്യങ്ങൾ 1, 6, 7, 8, 9, 10 ഒന്നാം വാക്യം, ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. 6-ാം വാക്യം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? 7-ാം വാക്യം, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുകയും അലഞ്ഞ് നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുകയും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളുമായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? 8-9 വാക്യങ്ങൾ, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സുപോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരം അരുളും. നീ നിലവിളിക്കും, അവൻ വരുന്നു എന്ന് അവൻ അരുളിച്ചെയ്യും.
നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഇരിക്കും. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയും യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിനും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീറോ പോലെയാകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ഇസ്രയേലിന്റെ പാപത്തെ കാഹളം പോലെ ശബ്ദമുയർത്തി അറിയിക്കാനുള്ള ആഹ്വാനമാണ് 1-ാം വാക്യം. പ്രവാസത്തിൽ ആയിരുന്ന ഇസ്രയേൽ കഴിഞ്ഞ 70ഓളം വർഷങ്ങളായി പ്രവാസത്തിൽ കഴിയുന്ന ഇസ്രയേൽ ഭൂരിപക്ഷം ആളുകളും അവിടുത്തെ വിഗ്രഹങ്ങളോട് ഇണങ്ങിക്കഴിഞ്ഞു. എന്നാൽ തീർച്ചയായിട്ടും അവിടെ കുറ്റബോധമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ദൈവത്തെ വിളിക്കുന്നവർ ഉണ്ടായിരുന്നു. അവരെ ഉദ്ദേശിച്ച് പറയുകയാണ്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി ഇസ്രായേൽ ഗൃഹത്തിന് അവരുടെ പാപത്തെ അറിയിക്കുക. അത് കേട്ട് മനം തിരിയുന്ന ഇസ്രായേൽ ഏത് തരത്തിലുള്ള ഉപവാസവും ശബത്തനുഭവവും ഒക്കെയാണ് പാലിക്കേണ്ടത് എന്നാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. ചില അധ്യായത്തിൽ ഉപവാസത്തെ ഉയർത്തി കാണിക്കുന്നുണ്ട്, വേറെ ചില അധ്യായത്തിൽ പരിച്ഛേദനയാണ്, വേറെ ചില അധ്യായത്തിൽ ശബത്തിനെയാണ്. മൊത്തത്തിൽ ഇത് ന്യായപ്രമാണം ശരിയായ അർത്ഥത്തിൽ ആചരിക്കണം എന്നുള്ള കാര്യമാണ്. മുമ്പ് അവർ ഞാങ്ങണ പോലെ തല താഴ്ത്തി ചാക്കുശീല ഉടുത്ത് ചാരത്തിലിരുന്ന് വെറും ആചാരമായി ഉപവസിച്ചിരുന്നു. അതിനെ ആവർത്തിക്കരുതെന്ന് ദൈവം കൽപ്പിക്കുന്നു. വേഴത്തെപ്പോലെ തല താഴ്ത്തുക എന്ന് പറയുന്നത് ഞാങ്ങണ എന്ന് പറയുന്നത് നദീതീരത്തൊക്കെ വളരുന്ന അകം പൊള്ളയായിട്ടുള്ള ഒരു ചെടിയാണ്, ഒരു പുൽച്ചെടിയാണ്, ഈറ്റവർഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മോശക്കുഞ്ഞിനെ കിടത്താനൊരു പെട്ടകം ഉണ്ടാക്കിയത്, ഒരു പെട്ടി ഉണ്ടാക്കിയത്. അത് കുത്തി നടക്കാനൊക്കെ കൊള്ളാം. എന്നാൽ അത് ചില സമയത്ത് അത് വാടി അത് നിലംപരിച്ചാകും. അപ്പോൾ ഈ ഞാങ്ങണ പോലെ തല താഴ്ത്തി ഇരിക്കുന്നതുകൊണ്ടൊന്നും കാര്യമില്ല, ചാക്കുശീല ഉടുത്തതുകൊണ്ട് കാര്യമില്ല, ചാരത്തിലിരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല, ഭക്ഷണം വെടിയുന്നത് കൊണ്ടും കാര്യമില്ല. അതല്ല ശരിയായ ഉപവാസം, അതല്ല ശരിയായ നോമ്പെന്നാണ് ദൈവം പറയുന്നത്. നമ്മുടെ കർത്താവും പറഞ്ഞു, ഗിരിപ്രഭാഷണത്തിൽ യേശു ഏറ്റവും ശാസിച്ചത് കപടഭക്തിക്കാരെയാണ്. കപടഭക്തിക്കാർ മനുഷ്യർ കാണേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. അവര് മുഖമൊക്കെ വിരൂപമാക്കി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഉപവാസം എല്ലാവരും അറിയത്തക്കവണ്ണം അവര് ഭക്ഷണം വെടിഞ്ഞ് അവർ വളരെ ക്ഷീണിതരായി കാണപ്പെടുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞ അങ്ങനെയല്ല. നീ എണ്ണ തേക്കുക, നീ മുഖം കഴുകുക, നീ ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടും തൃപ്തിയോടും കൂടെ പ്രാർത്ഥിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിന് ഒരിക്കലും ഈ പ്രഹസനങ്ങൾ അല്ലെങ്കിൽ ഈ ചടങ്ങുകൾ, സമ്പ്രദായങ്ങൾ ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും മനുഷ്യർ കാണേണ്ടതിന് ചെയ്യാൻ പാടില്ല, ദൈവം കാണേണ്ടതിന് മാത്രം ആയിരിക്കണം. മനുഷ്യർ കാണേണ്ടതിന് ചെയ്തവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് യേശു പറഞ്ഞത്. യഥാർത്ഥ ഉപവാസവും യഥാർത്ഥ ശബത്തും മറ്റുള്ളവർക്ക് സ്വസ്ഥത നൽകുന്നതായിരിക്കണം. നമ്മുടെ തൊഴിലാളികൾക്കും അതുപോലെ നമ്മുടെ രക്തബന്ധത്തിലുള്ള ആളുകൾക്കും നമ്മുടെ അയൽക്കാർക്ക്, വഴിപോക്കർക്ക്, ദരിദ്രർക്ക്, വസ്ത്രമില്ലാത്തവർക്ക്, വീടും കൂടും ഇല്ലാത്തവർക്ക് ഒക്കെ എന്തെങ്കിലും നന്മ ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ശരിയായ നോമ്പ്, അതാണ് ശരിയായ ഉപവാസം എന്നാണ് ദൈവം പറയുന്നത്. നമ്മുടെ അടുക്കൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് കൊടുക്കുന്ന കാര്യമല്ല, നമ്മൾ തേടി ചെന്നിട്ട് കഴിക്കാത്ത ആളുകളെ, കൊടുക്കാനില്ലാത്ത ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കണം. യാക്കോബിൻ ലേഖനത്തിൽ അങ്ങനെയാണ്, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കണ്ട് സഹായിക്കുന്നതാണ് നിർമ്മലമായ ഭക്തി എന്നാണ്. നാം നിമിത്തം ആരും ദുഃഖിക്കാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ നിമിത്തം ദുഃഖവും ഞെരുക്കവും അനുഭവിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്, അതാണ് ശരിയായ ഉപവാസം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഇരുട്ട് പ്രകാശമാകും, നമ്മുടെ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങും, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് മാത്രമല്ല, നമ്മളുടെ മക്കളെയും അല്ലെങ്കിൽ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നിമിത്തം അനേകർക്ക് ആശ്വാസവും തണുപ്പും ഉണ്ടാകാൻ ഇടയാകട്ടെ. നാം നിമിത്തം നമ്മുടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകട്ടെ. അതിന് തക്ക ഒരു മാനസാന്തരം, അതിന് തക്ക
ഒരു ഭക്തി ദൈവം നമുക്ക് നൽകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.